Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. രക്തത്താഴ്ച യേശുവിൻ്റെ രക്തത്താഴ്ച. Glory to God. Glory to God. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Glory. Hallelujah. Hallelujah. കർത്താവേ അങ്ങേക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രമപ്പ. യേശുവേ അങ്ങേക്ക് സ്തോത്രം, 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 സ്തോത്രം. രക്ഷകനേ അങ്ങേക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ. Glory to God. Hallelujah, hallelujah, hallelujah. Praise the Lord. Praise the Lord, praise the Lord, praise the Lord. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ACOP ആലുവ ചർച്ചിൻ്റെ കീഴിലുള്ള ഈ FB പേജിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം അടിയനൊരു നല്ല സന്ദർഭത്തെ ഒരുക്കി തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ACOPയുടെ സഭാ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ KG ജോൺ അവർകൾ, AWM കോർഡിനേറ്റേഴ്സ് സിസ്റ്റർ സൂസൻ ജോയ്, സിസ്റ്റർ ബ്ലെസ്സി സാലു, പ്രിയപ്പെട്ടവരെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാറയും വീണ്ടെടുപ്പ് കണ്ടുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭത്തെ ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സന്തോഷത്തോടു കൂടി മഹത്വപ്പെടുത്താമല്ലോ. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. പ്രിയരെ, ഹല്ലേലൂയ. നമ്മുടെ മണവാളന്റെ വരവ് സമീപമായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാലങ്ങൾ ഇനി ഏറെയില്ല. പ്രിയരെ, നമുക്ക് ഹല്ലേലൂയ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന സഭയാകുന്ന മണവാട്ടിയാകുന്ന നമുക്ക് ഒരുങ്ങുവാനുള്ള സമയമില്ല. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് അല്പനിമിഷം പ്രൈസ് ദി ലോർഡ് വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കർത്താവിൻ്റെ മടങ്ങിവരവും ലക്ഷണങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില നിമിഷങ്ങൾ പ്രൈസ് ദി ലോർഡ് നിങ്ങളോടൊപ്പം ഞാനായിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ദൈവത്തിൻ്റെ വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ, ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ, ഒരു വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായി കർത്താവ് എല്ലാവരോടും സംസാരിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിന് മുൻപിൽ നമ്മളെല്ലാവരും ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് അതിന് മുൻപായിട്ട് പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ വരവിനെ കുറിക്കുന്ന ഒരു ഗാനത്തിന്റെ ഒരു ചില ലൈനുകൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് വചനധ്യാനത്തിലേക്ക് കിടക്കാം. പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിൽ ഞാൻ 5ാമത്തെ ലൈവാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ആകയാൽ എൻ്റെ സൗണ്ട് വളരെയേറെ അടച്ചതുപോലെ ഉണ്ട് എനിക്കെങ്കിലും ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ ശക്തിപ്പെടുകയാണ്. കർത്താവ് നടത്തും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളോട് ഇടപെടട്ടെ. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പഴയൊരു പാട്ടിന്റെ ചില ലൈനുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആண்டവരും രക്ഷകருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அன்புடன் வரவேற்கிறோம், வாழ்த்துகிறோம். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகைக்காக நாம் ஒவ்வொருவரும் ஆயத்தமாய் இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. கர்த்தருடைய பிள்ளைகளே, அவருடைய எக்கால சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாகி உண்டு. Praise the Lord. Hallelujah. அவருடைய எக்கால சத்தம் இன்றைய தினம் கேட்கும் பொழுது நிச்சயமாகவே அவரோடு கூட நீங்களும் எடுத்துக்கொள்ளப்படுவீர்களா? கர்த்தருடைய பிள்ளைகளே, ஹalleluya. இல்லை என்று சொன்னால் நிச்சயமாகவே நீங்கள் கைவிடப்பட்டு போகும், தள்ளப்பட்டு போகும் என்பதை இந்த நாளில் நான் உங்களுக்கு அறிவிக்கிறேன். கர்த்தருடைய சமூகத்தில் வருவோமா? 2-3 பேர் எங்கிருந்தாலும் அவர் மத்திய நான் உண்டு என்று ஆண்டவர் சொன்னார் அல்லவா? நிச்சயமாகவே அவர் நம்ம மத்திய வாசம் பண்ணி கொண்டிருக்கிறார். Praise the Lord. Hallelujah. கர்த்தருடைய சமூகத்தில் அமர்ந்திருப்போமா? பாடல்களை பாடி தேவனை மகிமைப்படுத்துவோம். கர்த்தர் ஹல்லேலூயா நம்ம மத்தியே உண்டு. பிரியமானவர்களே, விசுவாசத்தோடு கூட என்னோடு சேர்ந்து நீங்கள் பாடுவீர்களா? கர்த்தர் நல்லவர். பிரைஸ் தி லார்ட். ஹல்லேலூயா. യേശുവിൻ വരവതി ശീഘ്രമായി ലക്ഷങ്ങൾ അനുദിനം കാണുന്നു. വേഗമൊരുങ്ങുവിൻ സോദരരെ, കാഹള മേഘത്തിൽ കേൾക്കാറായി. വേഗമൊരുങ്ങുവിൻ സോദരരെ, കാഹള മേഘത്തിൽ കേൾക്കാറായി. ഭരണത്തിൻ മാറ്റങ്ങൾ കാണുമ്പോൾ സമാധാനമില്ല
കള്ളമൊരുക്കുന്നു രാഷ്ട്രങ്ങൾ. തൻ്റെ വരവിൻ്റെ ലക്ഷ്യമതാ കള്ളമൊരുക്കുന്നു രാഷ്ട്രങ്ങൾ. യേശുവിൻ വരവതി ശീഘ്രമാ ലക്ഷ്യങ്ങൾ അനുദിനം കാണുന്നു. വേഗമൊരുങ്ങുവിൻ സോദരരെ, കാഹള മേഘത്തിൽ കേൾക്കാറാ. വേഗമൊരുങ്ങുവിൻ സോദരരെ, കാഹള മേഘത്തിൽ കേൾക്കാറാ. പട്ടിണി മാറ്റുവാൻ നോക്കിയിട്ട് മന്ത്രിമാരോടിനതെന്താണ്? പട്ടിണി മാറ്റുവാൻ നോക്കിയിട്ട് മന്ത്രിമാരോടിനതെന്താണ്? യേശുവിൻ വരവ് വരെ ഇവിടെ പട്ടിണി മാറ്റുവാൻ സാധ്യമല്ല. യേശുവിൻ വരവ് വരെ ഇവിടെ പട്ടിണി മാറ്റുവാൻ സാധ്യമല്ല. യേശുവിൻ വരവതി ശീഘ്രമായി ലക്ഷ്യങ്ങൾ അനുദിനം കാണുന്നു. വേഗമൊരുങ്ങുവിൻ സോദരരെ, കാഹള മേഘത്തിൽ കേൾക്കാറാ. വേഗമൊരുങ്ങുവിൻ സോദരരെ, കാഹള മേഘത്തിൽ കേൾക്കാറാ. യുദ്ധധ്വനികളും മുഴങ്ങുമ്പോൾ രാഷ്ട്രങ്ങൾ ചേരണതെന്താണ്? യുദ്ധധ്വനികളും മുഴങ്ങുമ്പോൾ രാഷ്ട്രങ്ങൾ ചേരണതെന്താണ്? തൻ്റെ വരവിൻ്റെ ലക്ഷ്യമതാ വേഗമൊരുങ്ങുവിൻ സോദരരെ, തൻ്റെ വരവിൻ്റെ ലക്ഷ്യമതാ വേഗമൊരുങ്ങുവിൻ സോദരരെ. യേശുവിൻ വരവതി ശീഘ്രമാ ലക്ഷ്യങ്ങൾ അനുദിനം കാണുന്നു. വേഗമൊരുങ്ങുവിൻ സോദരരെ, കാഹള മേഘത്തിൽ കേൾക്കാറാ. വേഗമൊരുങ്ങുവിൻ സോദരരെ, കാഹള മേഘത്തിൽ കേൾക്കാറായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഹല്ലേലൂയ. ഈ സന്ധ്യയുടെ വേളയിൽ കർത്താവേ, വചനവുമായി അടിയൻ കടന്നു വരുന്നു. കർത്താവ് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന ഉലക സംഭവങ്ങളൊക്കെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരുമനാഥനെ, അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരുവാൻ, അങ്ങയുടെ വരവിനായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഓരോ നിമിഷങ്ങളും അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്നവരായി, വിശുദ്ധിയോടെ വേർപാടോടുകൂടി ജീവിക്കുന്നവരായി തീരുവാൻ എന്റെ കർത്താവ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുവാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കും. സകലതും ഞങ്ങൾക്കായി ജീവന് വേണ്ടി അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ മടങ്ങിവരവും ലക്ഷണങ്ങളും എന്ന വചനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് ചില വിഷയങ്ങളെ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ വചനത്തിന് മൂലമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായിട്ട് പ്രിയരെ 1 തെസ്സലോനി 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. 1 തെസ്സലോനി 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് അവനോടുകൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളെ ഞാനിവിടെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പോകുന്നേരം അവൻ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ വാക്യങ്ങളൊക്കെയും വായിച്ച് ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറയുവാൻ എനിക്ക് സമയം തികയുമോ എന്നെനിക്കറിയില്ല. എങ്കിലും കർത്താവ് നടത്തുന്നത് പോലെ തന്നെ ഹല്ലേലൂയ നമുക്ക് മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഏകദേശം 318 പ്രാവശ്യം യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ ഹല്ലേലൂയ ദൈവജനത്തിന് അനുഗ്രഹവും ദുഷ്ടന്മാർക്ക് ന്യായവിധിയുമാണെന്നുള്ളത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ദൈവത്തിന്റെ കലണ്ടറിലും അവന്റെ കടികാരത്തിലും ദൈവത്തിന് മാത്രം അറിയാവുന്ന 1 മണിക്കൂർ 1 മിനിറ്റ്, ആ മിനിറ്റിൽ 1 സെക്കൻഡ്, പ്രൈസ് ദി ലോർഡ്, അതിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ലോകം ഇതുവരെയിലും കണ്ടിട്ടില്ലാത്ത, ഇനി നടക്കുവാൻ ഇരിക്കുന്ന മഹാസംഭവത്തിന്റെ ഒരു നിശ്ചിത സമയമാണ് പ്രിയപ്പെട്ടവരെ അതിൽ കുറിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഈ ഭൂമിയിൽ രണ്ടാമതും പ്രത്യക്ഷനാകുവാൻ പോകുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, അവന്റെ വരവിനായി കാത്തിരിക്കുന്ന ലോകത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ആയിരിക്കുന്ന 1000 വിശുദ്ധന്മാർ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഹല്ലേലൂയ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കുവാൻ പോകുന്നു. ദൈവ പൈതലെ, കർത്താവിന്റെ ആദ്യത്തെ വരവിൽ, അതായത് ദൈവ പൈതലെ യേശു പാപഭാരം വഹിച്ച് മാനവജാതിക്ക് യേശുവിന്റെ മരണം ഒരു പ്രായശ്ചിത്തമായി നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൗമ്യനായി, മുൾക്കിരീടധാരിയായി, എളിയ ദാസനായി, ഹല്ലേലൂയ. എന്നാൽ 2-ാം വരവിലോ പ്രൈസ് ദി ലോർഡ് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി, ഹല്ലേലൂയ, പൊൻകിരീടധാരിയായി, ശക്തിയുള്ള രാജാവായി, പ്രൈസ് ദി ലോർഡ്, ഇരുമ്പുകൾ കൊണ്ട് ഭരിക്കുന്നവനായി, ഗ്ലോറി, ഹല്ലേലൂയ, ന്യായം വിധിക്കുന്നവനായി കർത്താവ് വരികയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്നരാമേൻ പറഞ്ഞാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവ് പ്രൈസ് ദി ലോർഡ്, കർത്താവ് തന്റെ കാന്തയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് 3 ശബ്ദം കേൾക്കും. അപ്പോൾ തന്നെ 3 സംഭവം ഭൂമിയിൽ നടക്കും എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ്, വെളിപ്പാട് പുസ്തകം 21-ന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരോട് കൂടെ അവരുടെ ദൈവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുനീർ അവൻ തുടയ്ക്കും. ഗ്ലോറി, ഹല്ലേലൂയ. അത് അവന്റെ വാഗ്ദത്തമാണ്. പ്രിയരെ, ഇനി മരണം ഉണ്ടാവുകയില്ല, ദുഃഖവും മുറവിളിയും ഉണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നാം ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തു നിന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് 3 ശബ്ദം. ഹല്ലേലൂയ. 3 ശബ്ദം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. 1, കർത്താവിന്റെ ഗംഭീര ശബ്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ഷൗട്ട് ഓഫ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് യേശു, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ, ഹല്ലേലൂയ, ഇവിടെ കയറി വരിക. Come of here. Praise the Lord. പ്രിയരെ, ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു പുറത്തു
വരിക എന്ന് ഉറക്ക വിളിച്ചു. ഹല്ലേലൂയ. വെളിപ്പാടിൽ നാം കണ്ടത് ഹല്ലേലൂയ, ഇവിടെ കയറി വരിക. പ്രിയരെ സഹോദരങ്ങളെ, കർത്താവിന്റെ ഗംഭീര ശബ്ദമായത് കേട്ടോ, മറ്റാരുടെയും ശബ്ദമല്ല, ഇത് കർത്താവിന്റെ ശബ്ദമാണ് നാം ഇവിടെ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശബ്ദത്തെ കുറിച്ച് അല്പം കൂടി ആഴമായി നമുക്കൊന്ന് ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം സങ്കീർത്തന പുസ്തകം 29-ന്റെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. കർത്താവിന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു പഴയ ഒരു പാട്ടിന്റെ 1-2 ലൈനുകൾ ഒന്ന് പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 1-2 ലൈനുകൾ ഒന്ന് പാടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം അല്ലേ? കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവൻ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവൻ. കർത്താവ് തന്റെ വീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും, കർത്താവ് തന്റെ വീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ നാം വായിച്ചു കേട്ടത് കർത്താവിന്റെ ഗംഭീര ശബ്ദത്തെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഗംഭീര ശബ്ദത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നാം ഇവിടെ വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 29-8 വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, കാദേശ് മരുവിനെ നടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 29-4 വാക്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവിന്റെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, രണ്ടാമതായിട്ട് പ്രധാന ദൂതന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ പ്രധാന ദൂതൻ? ആമേൻ. ഹല്ലേലൂയ. പ്രധാന ദൂതന്റെ ശബ്ദമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. മീഖായേലാണ് പ്രധാന ദൂതൻ. ഗ്ലോറി. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ കാലത്ത് തന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. അക്കാലത്ത് തന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചുമ്മാതെ പാട്ട് പാടിയതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാർ, ഭക്തന്മാർ എഴുതി വെച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ ചുമ്മാതെ പാടിയതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതിയതും പാടിയതുമാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അമ്മച്ചിമാരൊക്കെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറില്ലേ, പാട്ട് പാടാറില്ലേ? എന്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഞാൻ എന്റെ ഒരു അനുഭവ സാക്ഷ്യം 1-2 നിമിഷത്തിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ താമസിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പാർക്കുന്ന ആ പത്തനംതിട്ട ജില്ലയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന തമിഴ്നാട്ടിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ ദൈവമക്കളെ, എന്റെ മാതാപിതാക്കൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ സന്ദർഭം എന്ന് പറയുന്നത് വെളുപ്പിനെ 2 മണിക്ക് തുടങ്ങുന്ന പാട്ടുകൾ. പ്രൈസ് ദി ലോർഡ്. നേരം വെളുക്കുന്നത് വരെ പാടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നെന്റെ പിതാവ് ഞങ്ങളോടൊപ്പം ഇല്ല, കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട് 4 വർഷമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറയട്ടെ, വെളുപ്പിനെ പാടുന്ന പാട്ടുകളാണ് ആ ദേശം മുഴുവൻ നടുങ്ങുന്നത്. ഹല്ലേലൂയ. ജനങ്ങൾക്ക് അലാറിന്റെ ആവശ്യം ഇല്ല. എന്താണെന്നറിയാമോ? ഇവർ നിത്യം പാടുന്ന പാട്ടുകൾ എല്ലാവരും കേൾക്കും. ഇന്നൊക്കെ എത്ര ഭവനങ്ങളിൽ പാട്ടുണ്ട്, എത്ര വീടുകളിൽ പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ദൈവജനമേ, നമ്മുടെ ജീവിതം അനുഭവമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പഴയ ഒരു പാട്ടിന്റെ ഒരു ചില ലൈനുകൾ ഞാനൊന്ന് പാടിക്കട്ടെ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തന്റെ പ്രധാന ദൂതനാകും മീഖായേൽ
പാടുമേ. തന്നാൽ മുദ്ര കുത്തപ്പെട്ട ശുദ്ധിമാന്മാരോ, തന്നാൽ മുദ്ര കുത്തപ്പെട്ട ശുദ്ധിമാന്മാരോ തന്റെ ശബ്ദം കേൾക്കും നേരം ഹല്ലേലൂയ പാടുമേ. തന്റെ ശബ്ദം കേൾക്കും നേരം ഹല്ലേലൂയ പാടുമേ. എൻ യേശുരാജന്റെ വരവു സമീപമായി, പൊന്നേശുരാജൻ വരുമേ എതിരേൽപ്പാനൊരുങ്ങുവിൻ. പൊന്നേശുരാജൻ വരുമേ എതിരേൽപ്പാനൊരുങ്ങുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ, ആമേൻ, ഹല്ലേലൂയ. യൂദ 9:9 ഇങ്ങനെ വായിക്കുന്നു, പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ പൽസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, എഫെസ്യ ലേഖനം 6-12 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിന്റെ, ഹല്ലേലൂയ, ഈ ലോക അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ എന്നാണ് വചനം പറയുന്നത്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്ക് പോരാട്ടമുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആരോടാണെന്ന് മനസ്സിലായല്ലോ. ഈ പോരാട്ടത്തിൽ നിന്ന് നമ്മെ സഹായിക്കുന്നത് ആരാണെന്ന് അറിയാമോ? മീഖായേൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനമേ, സഭ എടുക്കപ്പെടുമ്പോഴാണ് പ്രധാന ദൂതന്റെ ജയത്തിന്റെ ശബ്ദം നാം കേൾക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, വിഷയം മനസ്സിലാകുന്നവർ നിങ്ങൾ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സഭ എടുക്കപ്പെടുമ്പോഴാണ് പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുന്നത്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ കാഹളത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാഹള ശബ്ദം. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനി 4-16 വാക്യത്തിൽ നാം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്ത്യകാഹളത്തിന്റെ പുതിയ, അതായത് അന്ത്യകാഹളത്തിന്റെ ശബ്ദം പുതിയ നിയമത്തിൽ, ഹല്ലേലൂയ, കാഹളം മധ്യാകാശത്തിലാണെന്നുള്ളത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം 3 സംഭവം ഭൂമിയിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? 1, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കും. പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ 15-52 വാക്യം നമുക്കിവിടെ വായിക്കാം. 1 കൊരിന്ത്യർ 15-52 വാക്യം നമുക്ക് വായിക്കാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും കാഹളം ധ്വനിക്കും. പ്രൈസ് ദി ലോർഡ്. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ഒന്ന് ചോദിച്ചോട്ടെ. നാം എല്ലാവരും സ്വർഗത്തിൽ ആ കാഹളത്തിങ്കൽ നമുക്ക് പോകുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പറയുമായിരിക്കും, എൻ്റെ സിസ്റ്ററെ, ഞങ്ങളെല്ലാം വെള്ളിയാഴ്ച ഉപവസിക്കുന്നവരാ. എൻ്റെ സിസ്റ്ററെ, ഞങ്ങള് ഒരു ഉപവാസം തെറ്റിക്കുന്നവരല്ല, ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാതിരിക്കുന്നില്ല, ദാനധർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നില്ല, ദൈവദാസന്മാരെ മാനിക്കാതിരിക്കുന്നില്ല, എല്ലാം ഞങ്ങൾ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഞങ്ങൾക്ക് എന്താ കുറവ്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എല്ലാത്തിലും പെർഫെക്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്ന ചിലരെ എനിക്ക് കാണുവാൻ കഴിയുന്നു. സ്നേഹിത, വചനം നന്നായി കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. ആരും തന്നെ ഓൺലൈനിൽ നിന്ന് പോകരുത്. എത്ര പേർ കാഹളത്തിന്റെ മുൻപിലുണ്ടാകും? കാഹളം ധ്വനിക്കുമ്പോൾ എത്ര പേർക്ക് പോകുവാൻ കഴിയുമെന്നത് ഇന്ന് വൈകിയ വേളയിൽ നാം തന്നെ ചിന്തിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കൂരയ്ക്കുള്ളിൽ വസിക്കുന്നവരിൽ രക്ഷിക്കപ്പെട്ട ആളിനെ എടുത്തുകൊള്ളപ്പെടും, മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരിൽ രക്ഷിക്കപ്പെട്ട ആളിനെ എടുത്തുകൊള്ളപ്പെടും, മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരിൽ രക്ഷിക്കപ്പെട്ട ആളിനെ എടുത്തുകൊള്ളപ്പെടും, മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ. ലോകം
ഇതുവരെയിലും കണ്ടിട്ടില്ലാത്ത ഒരു മഹാസംഭവം പ്രൈസ് ദി ലോർഡ് എത്രയും പെട്ടെന്ന് ആഗതമാകുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 10-37 ഇങ്ങനെ പറയുന്നു, ഇനി എത്രയും അല്പം കാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 24-44 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രവചിച്ചവർ, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയവർ, യേശുവിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തവർ, ഹല്ലേലൂയ, പലരും അതേ പ്രിയപ്പെട്ടവരെ യേശു കർത്താവിനായി ഒരു കാലത്ത് പ്രൈസ് ദി ലോർഡ് ജീവിച്ചവർ, ആരാധനയ്ക്ക് പോകാതിരുന്നവർ, വസ്തു പിടിച്ചു പറിച്ചവർ, സഹോദരനെ ഉപദ്രവിച്ചവർ, സഹോദരനെ വൃത്തികേട് പറഞ്ഞ് നിന്ദിച്ചവർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, വസ്തു പിടിച്ചു പറിച്ചവർ, ഇങ്ങനെ ഹല്ലേലൂയ, ഇങ്ങനെ ഹല്ലേലൂയ ദൈവമക്കളെ, ലോക സുഖങ്ങളിലും ജഡീക മോഹങ്ങളിലും ഹല്ലേലൂയ ജീവിക്കുന്നവർ, ഒരുങ്ങിയിട്ടില്ലാത്തവർ, പ്രൈസ് ദി ലോർഡ്, അവരിലെ അവിശ്വസ്തത നിമിത്തം ആ ദിവസത്തിൽ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് കർത്താവ് പറയുന്നതിൽ പരം എന്ത് ദുരന്തമാ അനുഭവിക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറയും, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ദൈവജനമേ. ആകയാൽ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വിളക്കുകളിൽ എണ്ണ പകർന്നുകൊണ്ട് ദൈവമക്കളെ ഈ നാളുകളായി ചലിക്കുന്നവരായി, പ്രകാശിക്കുന്നവരായി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി ജീവിക്കാൻ നമുക്ക്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കടന്നകാല ജീവിതത്തിൽ ഹല്ലേലൂയ അനേക പാപങ്ങൾക്ക് നാം അടിമപ്പെട്ടവരാ. എന്നാൽ ഇന്ന് ഈ വൈക്യവേളയിൽ പ്രിയ ദൈവജനമേ, എന്റെ കർത്താവിന്റെ മുൻപിലേക്ക് നടത്തി വരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നിരപ്പ് പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നടത്തി വരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. അടുത്തതായിട്ട് ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ 15-52 വാക്യം നാം വായിച്ചുവല്ലോ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതരെ, മണവാളൻ തന്റെ സഭയാകുന്ന മണവാട്ടിയെ ചേർത്ത് കൊണ്ടതിന് ശേഷമുള്ള 7 വർഷക്കാലം പ്രൈസ് ദി ലോർഡ് മഹോദ്രവ കാലം എന്നറിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അത് അങ്ങനെയാണ് എന്നെ വിശേഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ ദൈവജനമേ, ഹല്ലേലൂയ. ആ 7 വർഷത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ഒരു 2 ലൈൻ മാത്രം പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുദ്ധിമാന്മാരെല്ലാം വാനത്തിൽ പറന്നേറും, ശുദ്ധിമാന്മാരെല്ലാം വാനത്തിൽ പറന്നേറും, ആടിപ്പാടി സന്തോഷത്താൽ പറന്നേറുമേ. മധ്യകാശ് 7 കൊല്ലം തൻ സഭയ്ക്ക് വാസമുണ്ട്, അവിടെ വെച്ച് മംഗല്യം നടത്തുമല്ലോ, അവിടെ വെച്ച് മംഗല്യം നടത്തുമല്ലോ. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരുന്നി വളരൂ, മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരുന്നി വളരൂ. അവനവളെ വചനത്തോട് കൂടെ സ്നാനത്താ, അവനവളെ വചനത്തോട് കൂടെ സ്നാനത്താ. കറചുളുക്കം വാട്ടമാലിന്യമൊന്നുമില്ലായേ, തനിക്കു തന്നെ തേജസ്സോട് മുൻനിർത്തുവാ. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരുന്നി വളരൂ, മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരുന്നി വളരൂ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ മക്കളെ, ഈ സന്ദർഭത്തിൽ
പ്രൈസ് ദി ലോർഡ്, എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? അന്തിക്രിസ്തു തന്റെ വാഴ്ചയുടെ അധികാരത്തിന് ആരംഭം കുറിക്കുകയും ആദ്യത്തെ 3.5 വർഷക്കാലം പ്രൈസ് ദി ലോർഡ് സമാധാനപരമായ ഒരു ഭരണകൂടം കാഴ്ചവെക്കും. അതിന് ശേഷമായിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അവന്റെ സ്വഭാവത്തെ അവൻ കാണിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്, അയ്യോ ഇത് അവരെന്താ ആദ്യം ആ 3.5 വർഷക്കാലം നല്ല അനുഗ്രഹപരമായ അല്ലെങ്കിൽ അനുകൂലമായ നല്ല സാഹചര്യത്തിലൂടെയുള്ള നല്ല ഒരു ഭരണകൂടം അന്തിക്രിസ്തു കാഴ്ചവെക്കുമ്പോൾ ഇവർ പറയും, ഓ മശിക ഇവർ തന്നെ, ഇതാണ് വരുവാനിരിക്കുന്ന മശിക എന്ന. നോക്കണം ദൈവമക്കളെ, അതിനുശേഷമായിട്ട് അന്തിക്രിസ്തു തന്റെ വാഴ്ചയുടെ അധികാരത്തിന് ഒന്ന് മൂർച്ച കൊട്ടും. പ്രിയപ്പെട്ടവരെ, ക്രൂരവും അതികഠിനവുമായ ഒരു ഭരണകൂടം കാഴ്ചവെക്കും. അപ്പോൾ പ്രൈസ് ദി ലോർഡ് അങ്ങനെയാണ്, അപ്പോഴാണ് ഇവർക്കൊക്കെ മനസ്സിലാകാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. ആ കർത്താവിന്റെ വരവിനായി നാം ഓരോരുത്തരും ഒരുങ്ങി കാത്തിരിക്കണമേ എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇനി അല്പ നിമിഷങ്ങൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിന്റെ ആ വരവിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും എന്ന് ഞാൻ കരുതുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി എന്നോടൊപ്പം നിങ്ങളായിരിക്കണമേ എന്ന് ഞാൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ലൂക്കോസിന്റെ സുവിശേഷം 21 ഹല്ലേലൂയ 11 വാക്യം വായിക്കാം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 21:11 വായിക്കുമ്പോൾ ചന്ദ്രനിലും ഹല്ലേലൂയ സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അതായത് ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ 21:16 ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യൻ നിർജീവന്മാരായി തീരും. ഗ്ലോറിയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ നിർജീവന്മാരായി തീരും. പ്രിയരെ, ക്ഷാമമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, പ്രൈസ് ദി ലോർഡ്, വലിയ വലിയ കൊടൂര വ്യാധികൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിൽ പല കാഴ്ച ഉണ്ടാകുമെന്നാണ് വിശുദ്ധ വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ചന്ദ്രനിലും സൂര്യനിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതായി കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, ലോകത്തിൽ എന്ത് ഉണ്ടാകും, എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി പാർത്തുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നിർജീവന്മാരായി തീരും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മത്തായി 24:32 ഹല്ലേലൂയ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയുന്നു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചരിത്രപരമായി ഞാൻ നിങ്ങളോട് അല്പമായി ഒന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ, ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക. വചനത്തിലൂടെ തന്റെ ദൈവം മാർമിക സത്യങ്ങളെ നിങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ സർവശക്തനാ. അഗാധവും ഗൂഢവുമായിരിക്കുന്ന കാര്യാദികളെ വെളിപ്പെടുത്തുന്നവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ വായിച്ചു കേട്ട വേദഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും വിഗ്രഹ ആരാധനയിൽ നിന്നും ഏക സത്യ ദൈവത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ദൈവം ഒരുക്കിയ ഒരു ജാതിയാണ് യഹൂദൻ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഇക്കാലത്ത് യഹൂദന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ദി ലോർഡ് ചിലർക്കൊക്കെ അലർജിയാണ്. പിന്നെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നമ്മളൊക്കെ യഹൂദന്മാരുടെ കാലത്തുള്ളവരാണോ? നമ്മൾക്കൊക്കെ എന്തിനാ ഈ യഹൂദന്മാരുടെ ചരിത്രമൊക്കെ എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നാം മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. യഹൂദ ഇസ്രായേലുമായി ബന്ധപ്പെടുത്തി തന്നെയാ പരിശുദ്ധ വേദപുസ്തകം ഹല്ലേലൂയ ദൈവമക്കളെ എഴുതപ്പെട്ടിരിക്കുന്നെന്ന് മറന്നു പോകരുത്. യഹൂദനെ ഒഴിവാക്കിയല്ല പ്രൈസ് ദി ലോർഡ് യേശു കടന്നു വന്നതും യഹൂദ സമുദായത്തിൽ നിന്നാണെന്നുള്ളത് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം
അന്യ ദൈവങ്ങളെ ആരാധിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. വിഗ്രഹങ്ങളുടെ ഉത്ഭവമായി ബാബിലോണിലേക്ക് അവർ അടിമകളായി പോകേണ്ടതായിട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, BC 606 രാജവാഴ്ചയും AD 70 ദേവാലയവും 135 അവകാശ ഭൂമിയും അവർക്ക് നഷ്ടപ്പെട്ടു എന്നത് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ജർമ്മനിയിലെ ഹിറ്റ്ലർ ഏതാണ്ട് 60 ലക്ഷം പേരെ കൊന്നൊടുക്കി. പ്രൈസ് ദി ലോർഡ് എന്ന ചരിത്രം പറയുന്നു. ആമോസ് 3 2 വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. നോക്കണം. പ്രൈസ് ദി ലോർഡ്. ആമോസ് 3:2 ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാ കേട്ടോ. ഹല്ലേലൂയ. ആകയാൽ മറന്നു പോകരുത് ദൈവജനമേ. ഹല്ലേലൂയ. 2600 വർഷത്തോളം യഹൂദൻ ലോകത്തിൽ അലയുന്നവരും അടിമകളുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. AD 70 തീത്തോസ് യെരുശലേം ദേവാലയത്തെ ആനയെ വെച്ച് പൂട്ടി. പ്രൈസ് ദി ലോർഡ്. 11 ലക്ഷത്തോളം ജനങ്ങൾ കൊല്ലപ്പെട്ടതായിട്ട് നമുക്കവിടെ ചരിത്രം പറയുന്നു. പ്രിയരെ, AD 70 ശേഷം രാജ്യം ഹല്ലേലൂയ മുസ്ലിങ്ങളുടെ കയ്യിലായി. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, 23ഓളം മുസ്ലിങ്ങളും പലസ്തീൻ ചുറ്റും ഹല്ലേലൂയ ഉണ്ട് എന്നത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, തീർന്നിട്ടില്ല. 1914 മുതൽ 18 വരെ ഫസ്റ്റ് വേൾഡ് വാർ അഥവാ ഒന്നാം ലോകമഹായുദ്ധം. പ്രൈസ് ദി ലോർഡ്. 39 മുതൽ 45 വരെ സെക്കൻഡ് വേൾഡ് വാർ അഥവാ രണ്ടാം ലോകമഹായുദ്ധം. ഇതിന് ശേഷമായി യഹൂദൻ അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, യെഹെസ്കേൽ പ്രവചനം 37 1 വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് എന്നിൽ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ എന്നെ നിർത്തി അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. ആമേൻ. യഹോവയുടെ ആത്മാവ് എന്നിൽ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ എന്നെ നിർത്തി. ഹല്ലേലൂയ. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, തമ്മിൽ ബന്ധമില്ലാതെ ഉണങ്ങി അസ്ഥികളായി ചിതറിക്കിടക്കുന്ന അസ്ഥി കഷണങ്ങളെ പോലെ ഇസ്രായേൽ മക്കൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അഥവാ പ്രൈസ് ദി ലോർഡ് ഈ താഴ്വരയുടെ ഇടയിൽ ഹല്ലേലൂയ ദൈവമക്കളെ അതെ ചിന്നി ചിതറിക്കിടന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് ഈ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് അവർ ചിതറടിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. വചനം എന്താ പറയുന്നത്? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? 1946 വരെ ഇസ്രായേൽ ഒരു രാഷ്ട്രമാകുമെന്ന് ആർക്കും തന്നെ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്നാൽ 47 രാഷ്ട്രമായി സകല യഹൂദന്മാരും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന എല്ലാ യഹൂദന്മാരും ഒരുമിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ള ദൈവമക്കളെ, 48 ഹല്ലേലൂയ അവർ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. 23 രാഷ്ട്രങ്ങളിടയിൽ ഇസ്രായേലും പ്രൈസ് ദി ലോർഡ് ദൈവജനമേ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഹല്ലേലൂയ. യിരെമ്യാവ് 16:15 വാക്യം വായിക്കുമ്പോൾ, പ്രിയരെ, ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്ത് നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും. ഇതാ ഹല്ലേലൂയ യിരെമ്യാ പ്രവാചകൻ പ്രൈസ് ദി ലോർഡ് പല ആണ്ടുകൾക്ക് മുന്നേ എഴുതി വെച്ചിരിക്കുക. ദൈവ മക്കളെ, ഇസ്രായേൽ മക്കളെ, പല ദേശങ്ങളിലായി കിടന്ന ചിതറടിക്കപ്പെട്ട യഹൂദന്മാരെ കൂട്ടിവരുത്തുമെന്നാണ് ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് അവർ അറിയുന്നത് ഇത് അവരെ കൂട്ടിക്കൊണ്ടുവന്നത് യഹോവയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമല്ല പ്രിയമുള്ള ദൈവമക്കളെ, 3.5 ലക്ഷം ഏക്കർ ഭൂമി അവർ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് 85,000 യഹൂദന്മാർ മടങ്ങി വന്നതായിട്ട് ചരിത്രമുണ്ട്. ഹല്ലേലൂയ. അതേപോലെ 6.25 ലക്ഷം പേർ പ്രൈസ് ദി ലോർഡ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അവർ മടങ്ങി വന്നു. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത് വാൽഫർ വിളംബരം പോലും ബ്രിട്ടൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, യെഹെസ്കേൽ പ്രവചനം 37 പ്രൈസ് ദി ലോർഡ് 12 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന്
നിങ്ങളുടെ ശവക്കുഴി തുറന്ന എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. പ്രിയരെ, 2500 വർഷം മുൻപ് പറഞ്ഞ ഈ പ്രവചനം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത്തി തളിർക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അത്തി തളിർക്കുന്നു. പ്രിയ ദൈവജനമേ, എന്താണ് അത്തി? അത്തി എന്ന് പറയുന്നത് യഹൂദനെ കുറിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്തി എന്ന് പറയുന്ന യഹൂദന്റെ തളിർപ്പ്. യഹൂദൻ വളരുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ യഹൂദന്മാരും സകല ഇടങ്ങളിലും പാർത്തിരുന്ന യഹൂദന്മാർ ഒരുമിച്ച് കൂടി. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ യഹൂദന്മാരും ഒരുമിക്കുവാൻ തുടങ്ങി. കാരണം എന്താ? അരുമനാഥന്റെ വരവ് സമീപമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ആകയാൽ സകല യഹൂദന്മാരും ഒരുമിച്ചു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പ്രിയ ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്. യഹൂദന്റെ തളിർപ്പ് അഥവാ യഹൂദന്റെ വളർച്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതരെ, ആകയാൽ കർത്താവിന്റെ വരവിനായി ഒരുങ്ങണ്ടേ. വിശുദ്ധന്മാരായി വിശുദ്ധമതികളായി ജീവിക്കണ്ടേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലോകം ഇന്നേക്ക് അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനുമായിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. ലോകത്തിലേക്ക് ഇന്നേക്ക് ഒരു ചെറിയൊരു കൊറോണ വൈറസ് ലോകത്തിലേക്ക് വന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവമക്കളെ, ലോകമെന്ന് നടുങ്ങി വിറച്ചില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മെഡിക്കൽ സയൻസ് പോലും ഹല്ലേലൂയ നടുങ്ങുന്നത് നാം കണ്ടതല്ലേ? പ്രൈസ് ദി ലോർഡ്. ഓരോ വിധത്തിലുള്ള മെഡിസിനുകളെ ചെയ്ത് നോക്കുകയാ ചെയ്യുന്നത്. എന്നാൽ ഒരു റെമഡിയും ഉണ്ടാവുകയില്ല. കാരണം എന്താണെന്നറിയാമോ? വചനത്തിൽ വളരെ വ്യക്തതയോടുകൂടി വിളിച്ചറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൊള്ള നോയികൾ എന്ന് പറഞ്ഞാൽ തീരാവ്യാധികൾ ലോകത്തിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ് പ്രിയരെ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് പോയില്ലേ? പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാവുന്ന 2 സഹോദരങ്ങളെ എനിക്കറിയാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, കൊറോണ വൈറസിനാൽ ബാധിക്കപ്പെട്ട് പ്രൈസ് ദി ലോർഡ് പ്രിയ സഹോദരി മരിച്ചതിന് ഒരാഴ്ച കഴിഞ്ഞ് ആ പ്രിയപ്പെട്ടവളുടെ ഭർത്താവും കൊറോണ വൈറസിനാൽ ബാധിക്കപ്പെട്ട് മരിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ സമയത്തൊക്കെ ഹല്ലേലൂയ, ദൈവജനമേ, മരിച്ച ആളുകളെ അടക്കം ചെയ്യുവാൻ പോലും ഇടമില്ലാതെ, സ്ഥലമില്ലാതെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഓടിയും കർത്താവ് പ്രിയമുള്ളവരെ ഭാരപ്പെടുന്ന ഒരു സന്ദർഭം. ഹല്ലേലൂയ. കൊറോണ വൈറസിനാൽ ബാധിക്കപ്പെട്ട് മരിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ സ്വന്തം ഭർത്താവിന്റെ ശരീരത്തെ പോലെ കാണുവാൻ ഒരു ഭാര്യ ഇഷ്ടപ്പെടുന്നില്ല. ഭാര്യയുടെ ശരീരത്തെ കാണുവാൻ ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. മക്കളുടെ മരണത്തെ, ആ ജഡ ശരീരത്തെ കാണുവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ദൈവജനമേ, എങ്ങനെയെങ്കിലും ഈ ശരീരത്തെ, ഈ ജഡത്തെ ഒന്ന് ഡിസ്പോസ് ചെയ്താൽ മതി എന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില നാളുകൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ഞാൻ കണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഒരു മരിച്ച ഒരു ശരീരത്തെ, ഒരു ജഡത്തെ പ്രൈസ് ദി ലോർഡ് JCB കൊണ്ടുവന്ന് അതിനെ കയറ്റിക്കൊണ്ട് പോവുക. JCB കൊണ്ടുപോവുക. അതിങ്ങോട്ട് വളരെ ദൂരം പോയിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവമക്കൾ അടക്കം ചെയ്യുവാനില്ലാഞ്ഞ് കൊണ്ടുപോയി വലിച്ചെറിയുന്നത് കാണുവാനായിട്ടിടയായി തീർന്നു. ദൈവജനമേ, അത്രമാത്രം ലോകമെന്നേക്ക് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഓ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രൈസ് ദി ലോർഡ് വ്യാകുലപ്പെടുന്ന ചിലരെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ന്യൂസുകളിലും മറ്റും നമ്മൾ കണ്ടതും കേട്ടതുമല്ലേ, ബാംഗ്ലൂരിലൊക്കെ ശവക്കല്ലറകൾ നിറഞ്ഞതായിട്ട് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശ്മശാനങ്ങളിൽ ഇടമില്ല എന്ന് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ദൈവജനമേ, ഹല്ലേലൂയ, പിന്നെയും നമുക്ക് കാണുവാൻ കഴിഞ്ഞത് നാം ന്യൂസുകളിലും മറ്റും നാം കണ്ടതല്ലേ, ഹല്ലേലൂയ, നദികളിലൂടെ ജഡശരീരം ഒഴുകി വരുന്നതായിട്ട്. സ്നേഹിത, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്റെ അരുമനാഥന്റെ വരവ് സമീപമായി, എന്റെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. എത്ര പേർ കാഹളത്തിന്റെ ധ്വനി കേട്ടാൽ പോകുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസമുള്ളവർ ഇന്നെന്റെ കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി കേട്ടാൽ, ഇന്നെന്റെ കർത്താവിന്റെ ശബ്ദം കേട്ടാൽ ഞാൻ പോകുമെന്ന് പറയുവാൻ ഹല്ലേലൂയ ഇന്ന് ആ ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നവർ പ്രൈസ് ദി ലോർഡ് ദൈവജനമേ ഒരാമേൻ പറഞ്ഞാട്ടെ.
എത്ര പേരുണ്ട്, എത്ര പേരുണ്ട്, എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്റെ കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി അഥവാ ശബ്ദം കേട്ടാലുടൻ ഞാൻ പോകും എന്റെ കർത്താവിന്റെ കൂടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുവാൻ തന്റെ ഇടമുള്ളവർ ആമേൻ പറഞ്ഞിട്ട് ദൈവജനമേ പറയുവാൻ കഴിയുന്നില്ലല്ലേ? ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ധൈര്യമില്ല. എന്റെ കർത്താവ് പരിശുദ്ധനാണ്. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം പ്രിയരെ. ഹല്ലേലൂയ. കുറവുകൾ കേടുപാടുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നെങ്കിൽ, ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ ആലോചന നിങ്ങളോട് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? അരുമനാഥനെ, അങ്ങയുടെ വരവിങ്കൽ ഞങ്ങൾ എടുത്തുകൊള്ളപ്പെടണം അപ്പ. ഒരു നാൾ ഞങ്ങളെ കൈവിടരുതേ എന്ന്, ഉപേക്ഷിക്കരുതേ എന്ന്. കർത്താവേ, അങ്ങയുടെ കാഹളത്തിങ്കൽ ഞങ്ങളും എടുത്തുകൊള്ളപ്പെടണമെന്ന് എത്ര പേർക്ക് ഇന്ന് വൈകിയ വേളയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? എത്ര പേർക്ക് ദൈവത്തോട് പറയുവാൻ കഴിയും? എത്ര പേർക്ക് കരയുവാൻ കഴിയും? എത്ര പേർക്ക് മനസ്സൊരുക്കമുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ കാഹളത്തിങ്കൽ ഞാൻ എടുത്തുകൊള്ളപ്പെടുമെന്ന യോഗ്യതയുള്ളവർ, പ്രൈസ് ദി ലോർഡ്, വിശ്വാസമുള്ളവർ, ശക്തിപ്പെടുന്നവർ, ആത്മാവിൽ നിറവുള്ളവർ, പ്രൈസ് ദി ലോർഡ് ആമേൻ പറഞ്ഞാട്ട് പ്രിയ ദൈവജനമേ, എന്റെ കർത്താവിന്റെ നാൾ, ഹല്ലേലൂയ, കള്ളൻ വരുവതുപോലെ വരുമെന്ന, പ്രൈസ് ദി ലോർഡ്, കള്ളൻ വരുവതുപോലെ കർത്താവിന്റെ നാൾ വരുമെന്ന വചനത്തിൽ നാം വായിക്കുന്നത്. എന്താണ് അതിന് പറഞ്ഞതിന്റെ അർത്ഥം അറിയാമോ? പ്രിയ ദൈവജനമേ, കർത്താവിന് കള്ളൻ വരുന്നത് കോളിംഗ് ബെൽ അടിച്ചിട്ടല്ല. ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാൾ അങ്ങനെ തന്നെയാ. ആരോടും പറഞ്ഞിട്ടല്ല കർത്താവ് വരുന്നത്, മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, കള്ളൻ വരുന്നത് കോളിംഗ് ബെൽ അടിച്ചിട്ടില്ല. ആർക്കും അറിയത്തില്ല. എല്ലാ വ്യക്തികളും ഉറങ്ങിയെന്ന തിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് കള്ളൻ ഇറങ്ങി വരുന്നത്. അവൻ വരുന്നത് ഈ 5-10 രൂപയുടെ പൊരുൾ കൊണ്ടുപോകാനല്ല, വിലമതിപ്പുള്ള പൊരുൾ കൊണ്ടുപോകുവാനാ കള്ളൻ വരുന്നത്. പ്രിയ ദൈവജനമേ, എന്റെ അരുമനാഥൻ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മണവാളനോട് കൂടെ വരവ് കടന്നു പോകുവാൻ നിങ്ങൾ ഒരുങ്ങണമേ എന്ന ദേശമേ, ഉണരുക, ഉണരുക. എന്റെ കർത്താവിന്റെ നാൾ വന്ന് കഴിഞ്ഞിരിക്കുന്നു. എന്റെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ അവിടെ എവിടെയായി ദേശമെമ്പാടും നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുക. സ്നേഹിത, ഉണർന്നു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയമുള്ളവരെ, സമയം വളരെ കടന്നു വരികയാണെങ്കിലും ഹല്ലേലൂയ, ചില നിമിഷങ്ങൾക്കകം ഞാൻ അത് അവസാനിപ്പിച്ചുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മണവാളന്റെ വരവ് വന്നപ്പോൾ ബുദ്ധിയുള്ള 5 പേരുടെ കയ്യിൽ, ഹല്ലേലൂയ, ബുദ്ധിയുള്ള 5 പേരുടെ കയ്യിലുണ്ടായിരുന്ന വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. 5 പേരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വിളക്കിൽ എണ്ണയില്ല. പ്രൈസ് ദി ലോർഡ്. മണവാളൻ വന്നു. ഈ 10 പേരും അറിഞ്ഞു. പക്ഷേ വിളക്കിൽ എണ്ണയുണ്ടായിരുന്ന ആ ബുദ്ധിയുണ്ടായിരുന്ന 5 പേർ മണവാളനോട് കൂടെ കടന്നു പോകുമ്പോൾ ബുദ്ധിയില്ലാത്തവരുടെ കയ്യിൽ വിളക്ക് മാത്രമുണ്ട്, എണ്ണയില്ല. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവരുടെ കൈവശം വിളക്കുണ്ട്, പക്ഷേ എണ്ണയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, അവർ ചെന്ന് എന്താ ചെയ്യുന്നറിയാമോ? ഈ 5 പേരോട് ചോദിച്ചു, ഞങ്ങൾക്കും അല്പം എണ്ണ കടം തരണമേ എന്ന്. നോക്കണം ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, അവരെന്താ പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ, ഞങ്ങളുടെ കൈവശമുള്ള എണ്ണ നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാതെ വരും. അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കടം ചോദിക്കാനാണ് പറഞ്ഞത്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ അരുമനാഥന്റെ വരവും ഹല്ലേലൂയ സമീപമായി നിൽക്കുന്നു. നമ്മ ആ സമയത്ത് പോയി ഹല്ലേലൂയ രക്ഷിക്കപ്പെടണമെന്ന് വിചാരിച്ച്, സ്നാനപ്പെടണമെന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും പോകുവാനായിട്ട് കഴിയുകയില്ല. ഇത് സുപ്രസാദ കാലം, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഇത്ര വലിയ രക്ഷയെ നീ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പ്രിയമുള്ള ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയട്ടെ. ഈ ലോകത്തിലെ ഡിഗ്രീസിനോ, ഈ ലോകത്തിന് അന്തസ്സിനോ, അഭിമാനത്തിനോ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പഠിപ്പിനോ, നമ്മുടെ പ്രോപ്പർട്ടീസിനോ ഒന്നും തന്നെ നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിന്റെ നിത്യ അവകാശികളായി തീരുവാൻ പ്രിയ ദൈവജനമേ, ഉണരുക, ഉണരുക. ദേശമേ, ഉണരുക. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ അരുമനാഥന്റെ വരവിങ്കിൽ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. അല്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ടാകും. ഒരു രക്ഷയുമില്ല. ഈ ലോകത്തിലെ യാതൊരു
യാതൊരുവിധ റെക്കമെൻഡേഷനുകൾക്കും അവിടെ സാധ്യതയില്ല എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ പ്രിയരേ ഭൂമിയിൽ മറ്റൊരു നാമമില്ല. ആകയാൽ യേശുവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനമേ, ഈ നാളുകളായി നമുക്ക് ഒരുങ്ങാം, ഉണരാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരേ, ഹല്ലേലൂയ. കാലങ്ങൾ ഇനി ഏറെയില്ല. പ്രൈസ് ദി ലോർഡ്. കാലങ്ങൾ ഇനി ഏറെയില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളായി കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ വരവിങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി തീരേണ്ടതിനാൽ ഓരോ നിമിഷങ്ങളും വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കുവാൻ സ്വർഗീയ പിതാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിന്റെ മടങ്ങി വരവ് സമീപമായി നിൽക്കുന്നു. പ്രിയ ദൈവജനമേ, വായിച്ച വേദഭാഗത്തേക്ക് ഞാനൊന്ന് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനി 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഈ കേട്ട വചനത്തിന്റെ മുൻപിൽ നിങ്ങൾ എല്ലാവരും എന്ന് സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ കേട്ട വചനം പ്രൈസ് ദി ലോർഡ് നിങ്ങൾ കൈക്കൊള്ളാതെ പോയാൽ, ഇന്ന് രാത്രി കർത്താവിന്റെ നാൾ വന്നാൽ, ഹല്ലേലൂയ സ്നേഹിത, നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. സഹോദരി, നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായി നിൽക്കുന്നു. എന്റെ കർത്താവിന്റെ വരവ് മുൻപിലുണ്ട്, ഇനി കാലങ്ങൾ ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ വരവിനായി കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അടിങ്ങൾ അങ്ങയുടെ വരവിനെ കുറിച്ചും പ്രൈസ് ദി ലോർഡ് അങ്ങയുടെ വരവിന്റെ ലക്ഷണങ്ങളും ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. കർത്താവേ, ഇന്നത്തെ വചനം ആദ്യമായിട്ട് ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവിന്റെ വരവ് ഇപ്രകാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു വ്യക്തിയായി, പ്രൈസ് ദി ലോർഡ്, ഒരു മാനസാന്തരമുള്ള വ്യക്തിയായി, യേശു കർത്താവിനെ രക്ഷകരായി ഏറ്റുകൊള്ളുന്ന ഒരു വ്യക്തിയായി തീരുവാൻ എന്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ആരെല്ലാം കേട്ടിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലും ഒരു മാറ്റം സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ കർത്താവ് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭുവാകയാൽ അങ്ങേക്ക് സ്തോത്രം. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം കർത്താവ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മാറത്തപ്പൻ കച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായി കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ എന്റെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കേട്ട വചനത്തിന് മുൻപിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന അപ്പാ, അങ്ങയുടെ വരവിനായി ഞങ്ങളെ കർത്താവ് ഒരുക്കണമേ. വിശുദ്ധിയോട് വേർപാടോടുകൂടി ഞങ്ങളെ കാണപ്പെടുവാൻ തക്കൊണ്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളെ തന്ന് നിറച്ചാട്ടെ, വരവിനായി ഒരുക്കിക്കാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ACOP എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ ഹല്ലേലൂയ എനിക്കിവിടെ കടന്നു വരുവാനും എന്നെ ക്ഷണിച്ചിരുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ബ്ലസ്സി സാലുവിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൻ്റെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോട് എൻ്റെ പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൽ മറ്റ് കോർഡിനേറ്റർമാരുണ്ട്, അവരെയും ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഗ്രൂപ്പിൽ നിന്നും, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ അഡ്മിന്മാർ കടന്നു വന്നിരുന്നു, എൻ്റെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെയും എൻ്റെ പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ വരവ് സമീപമായി നിൽക്കുന്നു.
കർത്താവിന്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകരുതേ, തള്ളപ്പെട്ടു പോകരുതേ. വിശുദ്ധിയോടെ വേർപാടോടുകൂടി ജീവിക്കുവാൻ ഹനുമനാഥന്റെ വരവിങ്കൽ പ്രൈസ് ദി ലോർഡ് ആ കാഹളത്തിന്റെ ധ്വനി കേൾക്കുവാൻ തക്കവണ്ണം പ്രൈസ് ദി ലോർഡ് വിശുദ്ധിയുള്ളവരായി തീരുവാൻ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കുക. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം കർത്താവിന്റെ വരവിനായി പ്രത്യാശയുള്ളവരായി ഹല്ലേലൂയ ഉലകമെങ്ങും പോയി കർത്താവിന്റെ സാക്ഷ്യം നമ്മൾ അറിയിക്കുന്നവരായി നമുക്ക് കർത്താവ് നല്ല സന്ദർഭങ്ങളെ തരട്ടെ. അതിനായി ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കളെ എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.